കടത്തനാട് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പരാതിയുമായി കൂടുതൽ നിക്ഷേപകർ രംഗത്ത്. സൊസൈറ്റിയിൽ 21 ലക്ഷം രൂപ നിക്ഷേപിച്ച മണിയൂർ സ്വദേശി CK ശങ്കരനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. പലതവണകളായി അടച്ച നിക്ഷേപത്തുക തിരിച്ചു ചോദിച്ചെങ്കിലും സൊസൈറ്റി ജീവനക്കാർ മടക്കി അയക്കുകയായിരുന്നു എന്ന് CK ശങ്കരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സൊസൈറ്റി മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുധീർ കുമാർ, നിലവിലെ പ്രസിഡന്റ് ബഷീർ എന്നിവർ ചേർന്നാണ് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടത്. നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും CK ശങ്കരൻ പറഞ്ഞു. ഓരോരോ അവധി പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുക. ആദ്യം പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടിയാൽ കിട്ടാനുള്ള പൈസ കിട്ടിയാൽ മടക്കിത്തരാമെന്ന് പറഞ്ഞ് അത് അവധി കഴിഞ്ഞ് ചോദിച്ചേരം പറഞ്ഞ് അത് കിട്ടുന്നില്ല, സാമ്പത്തിക പ്രയാസമാണ് ഗവൺമെൻറ്റിനുള്ള, അതുകൊണ്ട് ഇയാൾ വേറെ എന്തെങ്കിലും വഴി നോക്കിയിട്ട് ആക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ പല പ്രാവശ്യവും ഓരോരോ പ്രാവശ്യം വരുമ്പം കൊടുത്താണ് ഇങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റായി പോയത്. വല്ല നിർബന്ധത്തിന് വഴങ്ങി കൊടുത്തു പോയതാണ്. പറയുന്നത് കേട്ടിട്ട് ഗവൺമെൻറ് കോൺട്രാക്ടറല്ലേ, അപ്പം പിന്നെ കുഴപ്പമൊന്നും വരില്ലെന്ന് ധരിച്ചു പോയി. ആകാശ് തടത്തിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. 2022-നും 2024-നും ഇടയിൽ ഈ സംഘത്തിൽ നടന്നത് കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ്. അതാണിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതും. 22 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരു മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയത്. അത് പണം നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല, അപമാനിതനായി, കേസിൽ പ്രതിയായി, ഇതിലൊക്കെയും പെട്ട് മനംനൊന്ത് ഒരാൾ ജീവൻ ഒടുക്കി. മറ്റൊരാളുടെ 21 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരാളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതും. അതായത് ഈ തട്ടിപ്പിനിരയായത് കൂടുതൽ പേരാണ്. കൂടുതൽ പേർ പരാതികളുമായി രംഗത്തെത്തുന്നുണ്ടോ ആകാശ്? എന്താ നിലവിലെ സാഹചര്യം? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഇപ്പോൾ തന്നെ നിലവിൽ മണിയൂർ പ്രദേശത്ത് നിന്ന് തന്നെ 5ഓളം പേരാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. അതിലൊരാളെയാണ് CK ശങ്കരൻ. പണ്ട് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് തുകയും കൂടാതെ തന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള തുകയുമാണ് ഇതിലേക്ക് നിക്ഷേപിച്ചത്. ഈ തുക ബാങ്കിലായിരുന്നു. ബാങ്കിൽ നിന്നും ഈ സുധീർ കുമാറും കൂടാതെ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി ഇവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ബാങ്കിൽ നിന്ന് പണം എടുപ്പിക്കുകയും പലപ്പോഴായി 3 ലക്ഷവും 2 ലക്ഷവുമായി ഈ സൊസൈറ്റിയിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇത് നിക്ഷേപിച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം തിരിച്ചെടുക്കാനായി, നിക്ഷേപത്തുക തിരിച്ചു ചോദിക്കാനായി ഈ സൊസൈറ്റിയിൽ എത്തിയപ്പോൾ സൊസൈറ്റിയിലെ ജീവനക്കാർ ഇവരെ മടക്കി അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിന് പല കാരണങ്ങളാണ് പറഞ്ഞിരുന്നത്. പണം നിലവിലില്ല, വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി സൊസൈറ്റിക്കുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു മടക്കി അയക്കുകയായിരുന്നു. കൂടാതെ തന്നെ ഇവർ ഡിവൈഎസ്പിക്ക് ഉൾപ്പെടെ പരാതി നൽകി. ഡിവൈഎസ്പി ഉൾപ്പെടെ ഈ 2 കക്ഷികളെയും, CK ശങ്കരനെയും കൂടാതെ തന്നെ ഈ സുധീർ കുമാറിനെ ഉൾപ്പെടെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഉടൻ തന്നെ പണം നൽകിക്കൊള്ളാമെന്ന ഉറപ്പിന്മേൽ അവരെ പറഞ്ഞു വിടുകയുമായിരുന്നു ചെയ്തത്. എന്നിട്ട് പോലും ഇവർ പണം നൽകാനായിട്ട് വിസമ്മതിക്കുകയും പല കാര്യങ്ങൾ പറഞ്ഞു മടക്കി അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇതുമായി വലിയൊരു തട്ടിപ്പിൻ്റെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 2 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് കൃത്യമായി സാധാരണ ജോയിന്റ് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരുന്നു. അതിൽ നിന്ന് കൃത്യമായി പറയുന്നു 2 കോടിയോളം രൂപയുടെ അഴിമതി ഈ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ അംഗീകൃതമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ നിക്ഷേപങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ കോൺഗ്രസിന്റെ മുതിർന്ന പ്രവർത്തകരും കൂടാതെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സഹകരണ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എത്തുകയും അവരെല്ലാം തന്നെ ഈ സൊസൈറ്റിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ സൊസൈറ്റി ആളുകൾ വിശ്വസിച്ചു പോയി. അതിനാൽ തന്നെ നിരവധി ആളുകൾ ഇതിലേക്ക് പണം നിക്ഷേപിക്കുകയും ചെയ്തു. അതിനാണിപ്പോൾ അവർക്കെല്ലാം തന്നെ വലിയൊരു രീതിയിലുള്ള തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഈ 2 കോടിയുടെ തട്ടിപ്പ് കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി ഈ തുക ലഭിക്കുമോ എന്ന ആശങ്കയും ഈ നിക്ഷേപകർക്കുണ്ട്. കൂടുതൽ പരാതികൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പരാതികളുമായി ഈ നിക്ഷേപകർ രംഗത്ത് വരാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പേർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഇവർ നിലവിൽ ഒളിവിലാണ്. ഇവരെ കണ്ടെത്തേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ ഈ തുക, ഈ തട്ടിപ്പ് നടത്തിയ തുക ഏത് രീതിയിലാണ് വിനിയോഗിച്ചത്, ആർക്കെല്ലാം നൽകിയിട്ടുണ്ട്, ഇതിലേതെങ്കിലും ഉന്നതർ ഇടപെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലെ അന്വേഷണത്തിന് ശേഷമേ മനസ്സിലാവുള്ളൂ. കൂടാതെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾക്കും ഇതിൽ നിന്ന് തടിയൂരാൻ സാധിക്കില്ല. അവരുൾപ്പെടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സാദിഖ് അലി തങ്ങളും കൂടാതെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം സർക്കാർ അംഗീകൃത സ്ഥാപനമാണെന്ന് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ സഹകരണ സൊസൈറ്റിയിലേക്ക് നിക്ഷേപം നടത്തിയത്. ലക്ഷക്കണക്കിന് രൂപ, അതും ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണവും പെൻഷൻ തുകയും ഉൾപ്പെടെയുള്ള തുക ഇതിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു. പല ബാങ്കുകളിൽ നിന്നായി നിക്ഷേപിച്ച തുക ഇവർ എടുത്ത് പറഞ്ഞ പോലെ തന്നെ കോടികളുടെ തട്ടിപ്പാണ്.
സംഘത്തിൽ നിന്നും ബാങ്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.